ICT Market Makers സീരീസ് എപ്പിസോഡ് 9. ഓക്കെ, അപ്പോൾ നമ്മളുടെ ICT Market Makers സീരീസിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളുടെ ഇന്നത്തെ ICT Market Makers സീരീസ് എപ്പിസോഡ് 9ൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് അനാലിസിസ് ആൻഡ് ട്രേഡ് എക്സിക്യൂഷൻ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ICT Market Makers സീരീസിൽ പഠിച്ചു. ഓക്കെ, ഇനി എന്താണ് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ പറ്റി നോക്കുന്ന ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഇന്ന് കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ടോപ്പ് ഡൗൺ അനാലിസിസ്, അതുപോലെ ഇമ്പോർട്ടൻറ്റ് ടൈം ഫ്രെയിംസ്, അതുപോലെ ലിക്വിഡിറ്റി മാർക്കിംഗ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ്, എക്സിക്യൂഷൻ ആൻഡ് കൺഫോർമേഷൻ, SL ടാർഗറ്റ് ആൻഡ് ലോജിക്കൽ പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ഈ ഒരു ICT മാർക്കറ്റ് മേക്കേഴ്സ് സീരീസ് എൻഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടോപ്പ് ഡൗൺ അനാലിസിസ് ആണ്. എന്താണ് ടോപ്പ് ഡൗൺ അനാലിസിസ്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ടോപ്പ് ഡൗൺ അനാലിസിസ് ഈസ് എ മെത്തേഡ് വെർ യു സ്റ്റാർട്ട് ബൈ അനാലിസിസിങ് ദ മാർക്കറ്റ് ഫ്രം എ ഹയർ ലെവൽ വ്യൂ ആൻഡ് ദെൻ ഗ്രാജുവലി നാരോ ഡൗൺ ടു മോർ സ്പെസിഫിക് ഡീറ്റെയിൽസ് ടു മേക്ക് ട്രേഡിംഗ് ഡിസിഷൻ. ഓക്കെ, നമ്മളൊരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ നല്ലൊരു ടെക്നിക്കൽ അനാലിസിസ് ചെയ്യും. ഓക്കെ, ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ ഏത് ബേസിലാണ് ചെയ്യേണ്ടത്? നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസ് ആണ്. കാരണം എന്താണ്? നമ്മൾ ആദ്യം മാർക്കറ്റിൻ്റെ ഒരു മാക്രോ വ്യൂ നമ്മൾ അറിയണം. മാക്രോ വ്യൂ. ഓക്കെ, കാരണം എന്താണ്? ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് എവിടെയാണ്, എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, ഇനി എന്ത് ചെയ്യാം എന്നുള്ളത് എന്താണ്? ഒരു മാക്രോ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഹയർ ലെവൽ എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിംസിലായിരിക്കണം നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിനുശേഷം എന്താണ് ഇവിടെ എഴുതിയ പോലെ നോക്കൂ, വ്യൂ ആൻഡ് ദെൻ ഗ്രാജുവലി നാരോ ഡൗൺ എന്ന് പറയുന്നത് മാക്രോ ടൈം ഫ്രെയിമിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യണം? ഒരു മൈക്രോ ടൈം ഫ്രെയിമിലേക്ക് വരണം. മൈക്രോ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ വലിയ ഒരു ക്യാൻവാസിൽ നോക്കിക്കഴിഞ്ഞ് സ്റ്റെപ്പ് ഡൗൺ താഴേക്ക് ഇറക്കി എന്താണ് ഒരു മൈക്രോ ടൈം ഫ്രെയിം നോക്കാൻ സിമ്പിളായിട്ട് പറയുന്നത്. നമ്മൾ ആദ്യം ഡേ ടൈം ഫ്രെയിമിൽ നോക്കും, പിന്നെ 4 ഹവറിൽ നോക്കും, അതിനുശേഷം ഒരു 1 ഹവറിൽ നോക്കും, അതിനുശേഷം എന്താണ് ഒരു 15 മിനിറ്റിൽ നോക്കും, അതിനുശേഷം 5 മിനിറ്റിൽ നോക്കും. അപ്പോൾ എന്താണ് നമുക്ക് ആദ്യം തന്നെ എന്താണ് ഹയർ ടൈം ഫ്രെയിമിൽ എന്ത് കാര്യങ്ങൾ കിട്ടും എന്ത് മനസ്സിലാകും? അതിനേക്കാൾ കുറഞ്ഞ ഒരു ടൈം ഫ്രെയിമിൽ നോക്കുന്നു, അതിനേക്കാൾ കുറഞ്ഞുള്ള ടൈം ഫ്രെയിം നോക്കുന്നു. അങ്ങനെ എന്താണ് ടൈം ഫ്രെയിംസ് കുറച്ച് കൊണ്ടുവരുന്ന ആ ഒരു ഫോർമേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ടൈം ഫ്രെയിം കുറച്ച് ഇതാണ് ടോപ്പ് ഡൗൺ അനാലിസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ടൈം ഫ്രെയിംസ് ഇൻ ട്രേഡിംഗ്. ഈ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ടൈം ഫ്രെയിമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഏതൊരു ട്രേഡർ ആയിക്കോട്ടെ, നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആയിക്കോട്ടെ, അതുപോലെ നിങ്ങളൊരു സ്വിംഗ് ട്രേഡർ ആയിക്കോട്ടെ, നിങ്ങളൊരു ലോങ് ടേം ട്രേഡർ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് തരം ട്രേഡർ ആയിക്കോട്ടെ, ഈ ഇൻട്രാഡേയിൽ തന്നെയാണ് ഓപ്ഷൻസ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യുന്നതെല്ലാം ഷോർട്ട് ടൈം ട്രേഡിംഗ് എല്ലാം ഇൻട്രാഡേയിൽ വരുന്നു. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പൊസിഷൻ എന്ന് പറയുന്നത് മോർ ദാൻ 1 ഡേ. ഓക്കെ, അതിനാണ് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത്. അതുപോലത്തെ ലോങ് ടൈം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതൊരു ട്രേഡർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു 3 ടൈം ഫ്രെയിംസ് വേണം. ഫസ്റ്റ് ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിമാണ്, രണ്ടാമത്തേത് മീഡിയം ടൈം ഫ്രെയിം, അതുപോലെ മൂന്നാമത് ലോവർ ടൈം ഫ്രെയിം. ഓക്കെ, എന്താണ് ഹയർ ടൈം ഫ്രെയിം, മീഡിയം ടൈം ഫ്രെയിം, ലോവർ ടൈം ഫ്രെയിം. 3 ടൈം ഫ്രെയിംസ് നിങ്ങൾക്ക് വേണം. പല ആളുകൾക്കും ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിം ഏതാണ്? അറിയില്ല. നിങ്ങളുടെ ലോവർ ടൈം ഫ്രെയിം ഏതാണ്? അറിയില്ല. ഇതിൻ്റെ മീഡിയം ടൈം ഫ്രെയിമാണ്? അറിയില്ല. എന്താ അറിയുന്നത്? അങ്ങനെയൊന്നുമില്ല, എല്ലാ ടൈം ഫ്രെയിമിലും നമ്മൾ ട്രേഡ് ചെയ്യും. ചില ആളുകൾ 5 മിനിറ്റിലാണ് ട്രേഡ് ചെയ്യുക, അവരുടെ അനാലിസിസും വരുന്നത് 5 മിനിറ്റിലാണ്. തെറ്റാണ്. ഓക്കെ, എപ്പോഴും എന്താണ് ഹയർ ടൈം ഫ്രെയിം ഉണ്ടായിരിക്കണം, മീഡിയം ടൈം ഫ്രെയിം ഉണ്ടായിരിക്കണം, ലോവർ ടൈം ഫ്രെയിമിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ തോന്നും എന്തിനാണ് ഈ ഒരു ബയാസ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞ പോലെ ഇൻട്രാഡേ അതുപോലെ സ്വിംഗ് ട്രേഡ്, ഈ 2 പേർക്കാണ് ഈ ബയാസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് കൂടുതൽ ഉപയോഗമുള്ളത്. അപ്പോൾ ബയാസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഒരു ആൻറ്റിസിപ്പേഷൻ, നമ്മളുടെ ആ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളുടെ ഒരു ഡയറക്ഷൻ, ഇനി മാർക്കറ്റ് എങ്ങോട്ട് പോകും, ഒരു ഹയർ ടൈം ഫ്രെയിം നോക്കിയിട്ട് ഇനി മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് മൂവിൻ്റെ ആ ഒരു ആൻറ്റിസിപ്പേഷനാണ് നമ്മൾ ബയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ബയാസ് എന്താണെന്ന് പറഞ്ഞു, ഹയർ ടൈം ഫ്രെയിം, മീഡിയം ടൈം ഫ്രെയിം, ലോവർ ടൈം ഫ്രെയിം.
ഓക്കെ, ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഈ ഹയർ ടൈം ഫ്രെയിമും മീഡിയം ടൈം ഫ്രെയിമും ലോവർ ടൈം ഫ്രെയിമും ഒരു ഇൻട്രാഡേ പെർസ്പെക്റ്റീവിലും ഒരു സ്വിംഗ് ട്രേഡറുടെ പെർസ്പെക്റ്റീവിലുമാണ് പറയുന്നത്. അവർ ഏതൊക്കെ ടൈം ഫ്രെയിംസ് ചൂസ് ചെയ്യണമെന്നാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രാഡേ പെർസ്പെക്റ്റീവും സ്വിംഗ് ട്രേഡ് പെർസ്പെക്റ്റീവും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇൻട്രാഡേക്ക് തുടങ്ങാം. ഇൻട്രാഡേ വെച്ച് തുടങ്ങാം. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ബയാസ്. ബയാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡേ ടൈം ഫ്രെയിമോ വീക്ക്ലി ടൈം ഫ്രെയിമോ ഇട്ടിട്ട് ബയാസ് നോക്കാം. ബയാസ് എന്ന് പറയുന്നതാണ് എപ്പോഴും ഞാൻ ഡേ ടൈം ഫ്രെയിമിൽ ഇട്ടിട്ടാണ് ബയാസ് നോക്കുക. ബയാസ് നോക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് നിങ്ങൾ നിഫ്റ്റി ക്ലോസ് ആയി എന്ന് വിചാരിക്കുക. ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇന്നത്തെ നിഫ്റ്റിയുടെ ആ 1 ഡേ ക്യാൻഡിൽ സ്റ്റിക്ക് 1 ഡേ ടൈം ഫ്രെയിമിൽ ഫോം ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് അനാലിസിസ് ചെയ്യല്ലോ. അതിൻ്റെ ഓപ്പൺ എവിടെയാണ്, ഹൈ എവിടെയാണ്, ലോ എവിടെയാണ്, ക്ലോസ് എവിടെയാണെന്ന് നോക്കിയാൽ നമുക്ക് അവിടെ ഒരു ബയാസ് ക്രിയേറ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ് നാളത്തേക്ക് മാർക്കറ്റ് പോകാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, പോകാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ, അല്ലെങ്കിൽ എന്താണ് പ്രീവിയസിലുള്ള ഏതെങ്കിലും ഒരു ഹൈ ബ്രേക്ക് ചെയ്താണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ സ്വീപ്പ് ചെയ്താണോ നിൽക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് നമുക്ക് ബയാസ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ബയാസ് എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? ഹയർ ടൈം ഫ്രെയിം. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ഒരാൾക്ക് ഹയർ ടൈം ഫ്രെയിം, മീഡിയം ടൈം ഫ്രെയിം, ലോവർ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 3 കാറ്റഗറി ഓഫ് ടൈം ഫ്രെയിംസ് ആവശ്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. ഞാനിവിടെ എഴുതിയത് ഇൻട്രാഡേക്ക് 4 hour ആൻഡ് 1 hour. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. 1 hour എടുക്കാം, 4 hour എടുക്കാം. ഓക്കെ, എന്താണ് ഇതിലാണ് നമ്മൾ മേജറായിട്ടുള്ള ലിക്വിഡിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്തത്. നമ്മളുടെ ഇമ്പോർട്ടൻ്റ് കീ ലെവൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ 4 hour 1 hour എന്ന് പറഞ്ഞ ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ ഹയർ ടൈം ഫ്രെയിമിലാണ്. കീ ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ലിക്വിഡിറ്റി പോയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ടാവും. ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആൻഡ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ഇതെല്ലാമാണ് നമ്മളുടെ കീ. അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ സപ്ലൈ ഓർഡർ ബ്ലോക്ക്, അതുപോലെ തന്നെ എന്താണ് ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക്. അതാണ് നമ്മളിവിടെ POI എന്ന് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ എന്താണ് സ്ട്രക്ചർ, മാർക്കറ്റ് സ്ട്രക്ചർ, ഹയർ ടൈം ഫ്രെയിം സ്ട്രക്ചർ. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിം. ഇപ്പോൾ ഹയർ ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നാണ് പറഞ്ഞത്? മേജർ ലിക്വിഡിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഹയർ ടൈം ഫ്രെയിമിലുള്ള ലിക്വിഡിറ്റീസ് ആണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതായിരിക്കും മേജർ ലിക്വിഡിറ്റി പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിലുള്ള മേജർ ലിക്വിഡിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ സ്ട്രക്ചർ, ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് എന്ത് സ്ട്രക്ചറിലാണ്? ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിലാണോ, ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിലാണോ, അല്ലെങ്കിൽ ഒരു സൈഡ് വേജ് റേഞ്ച് സ്ട്രക്ചറിലാണോ എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം എന്താണ് POI, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, എന്തൊക്കെയാണ്? സപ്ലൈ ഓർഡർ ബ്ലോക്കോ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കോ എന്തെങ്കിലും അവിടെ ഫോം ആയിട്ടുണ്ടോ? ഇതൊക്കെ എന്താണ് നമ്മളൊരു ഹയർ ടൈം ഫ്രെയിമിലായിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത്. അതിനുശേഷം എന്താ ചെയ്യുക? നമ്മൾ ആദ്യം ഡേ ടൈം ഫ്രെയിം എടുത്ത് ബയാസ് നോക്കി, അതിനുശേഷം ഡേ ടൈം ഫ്രെയിം 4 hour ആൻഡ് 1 hour ആക്കി മാറ്റി. അതിനുശേഷം എന്താണ് 15 മിനിറ്റിലേക്ക് മാറ്റുക. 15 മിനിറ്റാണ് നമ്മളുടെ മോഡറേറ്റ് ടൈം ഫ്രെയിം, അല്ലെങ്കിൽ മീഡിയം ടൈം ഫ്രെയിം. ഈ മീഡിയം ടൈം ഫ്രെയിമിൽ എന്താണ് നമ്മൾ മൈനർ ലിക്വിഡിറ്റി പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, ലിക്വിഡിറ്റിനെ നമ്മൾ മേജർ ലിക്വിഡിറ്റിയും മൈനർ ലിക്വിഡിറ്റിയും, ഇപ്പം ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്നുണ്ടെങ്കിൽ മേജർ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, മൈനർ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഉണ്ടാവും. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നോക്കുകയാണെങ്കിൽ മേജർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും മൈനർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഉണ്ടാവും. അപ്പോൾ എന്താണ് 15 മിനിറ്റിലും ലിക്വിഡിറ്റീസ് ഉണ്ടാകും. ഓക്കെ, അത് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് നമ്മൾ ഡേയിലേക്ക് വെച്ചു, 4 hour ആക്കി, 1 hour ആക്കി, 50 മിനിറ്റ് ആക്കി. നെക്സ്റ്റ് എന്താണ് 3 മിനിറ്റ് ആൻഡ് 5 മിനിറ്റ്. ഇതെന്ന് പറയുന്നത് 3 മിനിറ്റിലും 5 മിനിറ്റിലും നിങ്ങൾ ദയവ് ചെയ്ത് അനാലിസിസ് ചെയ്യരുത്. കാരണം എന്താണ്? അത് ലോ പ്രോബബിലിറ്റി ആയിരിക്കും. കാരണം എന്താണ്? ലോവർ ടൈം ഫ്രെയിമിൽ ഒരു കാരണവശാലും അനാലിസിസ് ചെയ്യരുത്. റോങ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്, ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്താണ്? ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് ആക്യുറസി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് 5 മിനിറ്റും 3 മിനിറ്റും നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എൻട്രി ക്രൈറ്റീരിയ ആൻഡ് കൺഫർമേഷൻ ക്രൈറ്റീരിയ. ഓക്കെ, ഇപ്പം നമ്മൾ ഇൻട്രാഡേ കാര്യങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? സ്വിംഗ് ട്രേഡ് ആണ്. സ്വിംഗ് ട്രേഡിനും ബേസ് ആയിട്ട് എന്താണ്? ബയാസ് എന്ന് പറയുമ്പോൾ മന്ത്ലി വീക്കിലിയിലായിരിക്കണം നമ്മൾ ബയാസ് കാണേണ്ടത്. ഓക്കെ, മന്ത്ലി ക്യാൻഡിലും വീക്ക്ലി ക്യാൻഡിലും വെച്ചിട്ട് നമുക്ക് എന്താണ് ഒരു ആൻറ്റിസിപ്പേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ട്രെൻഡ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ആ ഒരു മന്ത്ലി വീക്കിലുള്ള ട്രെൻഡ് കൂടി ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം എന്താണ് ഹയർ ടൈം ഫ്രെയിം. നമ്മളുടെ സ്വിംഗ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിം ആക്കുക നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിം. അതിൽ നമ്മൾ പറഞ്ഞ പോലെ മേജർ ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക, മാർക്കറ്റ് സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യുക,
POI നമ്മളുടെ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കോ ബെയറിഷ് ഓർഡർ ബ്ലോക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം എന്താണ് ബയാസ് കണ്ടു, ഹയർ ടൈം ഫ്രെയിം കണ്ടു, അടുത്ത മീഡിയം ടൈം ഫ്രെയിം അല്ലെങ്കിൽ മോഡറേറ്റ് ടൈം ഫ്രെയിം ആയിട്ട് നമ്മൾ പറയുന്നത് 1 അവർ ആൻഡ് 4 അവർ ആണ്. ഇതിലെന്താണ് നമ്മൾ മൈനർ ലിക്വിഡിറ്റി ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം ഇവിടുത്തെ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ലോവർ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് ആൻഡ് 30 മിനിറ്റ്സ്. അതെന്ന് പറയുന്നത് എന്താണ് എൻട്രി ആൻഡ് കൺഫർമേഷൻ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി എന്താണ് ഇൻട്രാഡേക്ക് നമ്മൾ ഏത് ടൈം ഫ്രെയിംസ് യൂസ് ചെയ്യണം, അതുപോലെ സ്വിംഗ് ട്രേഡിങ്ങിന് ഏതൊക്കെ യൂസ് ചെയ്യണം, ഓരോ ടൈം ഫ്രെയിംസിലും ഓരോന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, ഓരോ ടൈം ഫ്രെയിംസിലും ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നമ്മളുടെ ലിക്വിഡിറ്റി മാർക്കിംഗ് അപ്പോൾ എന്താണ് നമ്മൾ ടൈം ഫ്രെയിം ഒന്നുകൂടി പറയുകയാണ്. ടൈം ഫ്രെയിം നമ്മളെന്താണ് നമ്മൾ ആദ്യം ഒരു ബയാസ് കാണണം, അതിനുശേഷം ഹയർ ടൈം ഫ്രെയിം, അതിനുശേഷം എന്താണ് മീഡിയം ടൈം ഫ്രെയിം, അതിനുശേഷം എന്താണ് ലോവർ ടൈം ഫ്രെയിം. ഓക്കെ, അപ്പോൾ എന്താണ് ലിക്വിഡിറ്റി മാർക്കിംഗ്. ഈ ലിക്വിഡിറ്റി മാർക്കിംഗ് വരേണ്ടത് എവിടെയാണ്? ഹയർ ടൈം ഫ്രെയിമിലും മീഡിയം ടൈം ഫ്രെയിമിലും. ഹയർ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്യുന്ന ലിക്വിഡിറ്റി നമ്മൾ മേജർ ലിക്വിഡിറ്റി എന്നും, മീഡിയം ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്യുന്ന ലിക്വിഡിറ്റി നമ്മൾ മൈനർ ലിക്വിഡിറ്റി എന്നും നമ്മൾ തിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ലിക്വിഡിറ്റി മാർക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, മാർക്കറ്റിൽ എന്താണ് നമ്മൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, അതിന് നമ്മൾ BSL എന്ന് നമ്മൾ പറയും, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, അതുപോലെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് എപ്പോഴും എവിടെയൊക്കെ ആയിരിക്കും? റിലേറ്റീവ് ഈക്വൽ ഹൈ, ഡേ ഹൈ, വീക്ക് ഹൈ, അതുപോലെ തന്നെ എന്താണ് ഡബിൾ ബോട്ടം. അതുപോലത്തെ ആളുകൾ സെല്ല് ചെയ്യുന്ന, മെജോറിറ്റി ആളുകൾ സെല്ല് ചെയ്യുന്ന ആ ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആയിരിക്കും ബൈ. അതുകൊണ്ട് ബൈ ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഓരോ ഹൈൻ്റെ മുകളിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് റിലേറ്റീവ് ഈക്വൽ ഹൈ, ഡേ ഹൈ, വീക്ക് ഹൈ, മന്ത് ഹൈ, അതുപോലെ തന്നെ സ്വിംഗ് ഹൈ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെയൊക്കെ മുകളിലായിരിക്കും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെസ്റ്റ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഇൻട്രാഡേ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ 1 അവർ ഇട്ടിട്ടോ അല്ലെങ്കിൽ 1 അവറിലോ 4 അവറിലോ നിങ്ങൾ ടൈം ഫ്രെയിം ഷിഫ്റ്റ് ചെയ്തിട്ട് മേജർ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. എന്താണ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അഥവാ SSL എന്ന് പറയുന്നത്? നമ്മൾ ഒരാൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയുന്നത് സെൽ ഓർഡറാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് റിലേറ്റീവ് ഈക്വൽ ലോ, അതുപോലെ തന്നെ സ്വിംഗ് ലോ, ഡേ ലോ, വീക്ക് ലോ, മന്ത് ലോ, അതുപോലെ പുൾ ബാക്ക് ലോ, ഇതിൻ്റെയൊക്കെ താഴെ എന്തായിരിക്കും ഉണ്ടാവുക? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അപ്പോൾ എന്താണ് മേജറായിട്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, മേജറായിട്ട് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള പൂൾസ് ഐഡൻറ്റിഫൈ ചെയ്യുക. പൂൾസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഇതുപോലെ ഒരു ചാർട്ടാണ് കാണുന്നതെങ്കിൽ ഇവിടെ ഏതാണ് മേജറായിട്ട് കാണുന്ന ലിക്വിഡിറ്റി എന്ന് പറയുന്നത്? നോക്കും നിങ്ങൾ, 1 ലെഗ് ഓഫ് ബൈയിങ്, 1 ലെഗ് ഓഫ് ബൈയിങ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, ഇതെല്ലാം എന്താണ് മൈനറായിട്ടുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മേജറായിട്ടുള്ള ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതാണ് മേജറായിട്ടുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. കാരണം എന്താണ് 1 ലെഗ് ഓഫ് സെല്ലിങ്, സെക്കൻഡ് ലെഗ് ഓഫ് സെല്ലിങ്, മുകളിൽ എന്തായിരിക്കും സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ്, ബൈ ഓർഡേഴ്സ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂൾ. ഓക്കെ, അപ്പോൾ എന്താണ് ലിക്വിഡിറ്റി മാർക്കിംഗ് എന്ന് പറയുന്നത്? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും. നിങ്ങൾക്ക് ലിക്വിഡിറ്റിനെ കുറിച്ച് ഇനി പറയാത്തതിൻ്റെ കാരണം നമ്മളെല്ലാ വീഡിയോസിലും ലിക്വിഡിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ICT മാർക്കറ്റ് മേക്കർ സീരീസിൽ നമ്മൾ ലിക്വിഡിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ICT മാസ്റ്റർ ക്ലാസ്സിലും ICT ഫൗണ്ടേഷൻ ക്ലാസ്സിലെല്ലാം നമ്മൾ ലിക്വിഡിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒരു റീക്യാപ്പിംഗ് വീഡിയോ മാത്രമാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഈ ഹയർ ടൈം ഫ്രെയിമിൽ ഓക്കെ ഈ 1 അവർ 4 അവർ ഒരു ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ 1 അവർ 4 അവറിൽ നമ്മൾ ലിക്വിഡിറ്റി മാർക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് POI മാർക്കിംഗ്. POI എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ആളുകൾക്ക് പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉള്ള പോയിൻ്റ്, ബയ്യർക്ക് ഇൻട്രസ്റ്റ് ഉള്ള പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിമാൻഡ് എന്ന് വാങ്ങലായിരിക്കും. ഓക്കെ, ഒരു സെല്ലറുടെ പോയിൻ്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിമാൻഡുള്ള അല്ലെങ്കിൽ ഒരു സെല്ലറുടെ ഇൻട്രസ്റ്റ് ഉള്ള പോയിൻ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഒരു സപ്ലൈയിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്
നമ്മൾ ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് ആൻഡ് സപ്ലൈ ഓർഡർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് കാര്യം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ബയാസ് പറഞ്ഞു കഴിഞ്ഞ്. ബയാസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ 1 ഡേ ക്യാൻ ചാർട്ട് എടുക്കുക. 1 ഡേ ചാർട്ടിൽ ആ 1 ഡേ ക്യാൻഡിലിനെ അനാലിസിസ് ചെയ്യുക. അനാലിസിസ് ചെയ്യുമ്പോൾ ജസ്റ്റ് എന്താണ് മറുബോസു ക്യാൻഡിൽ, ഡോജി ക്യാൻഡിൽ, അങ്ങനെ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ പേര് വെച്ചിട്ട് ക്യാൻഡിൽ സ്റ്റിക്ക് എന്താണ് നമ്മൾ പറഞ്ഞു വെച്ചാൽ അതെല്ലാം നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഒരു ക്യാൻഡിലിൻ്റെ എന്താണ് നിങ്ങൾ നോക്കേണ്ടത്? ഒരു ക്യാൻഡിലിൻ്റെ ഓപ്പൺ, അതുപോലെ തന്നെ ആ ക്യാൻഡിലിൻ്റെ ലോ, ആ ക്യാൻഡിലിൻ്റെ ഹൈ, അതിന് പോവാതെ ക്ലോസ്. ഇങ്ങനെ വേണം നിങ്ങൾ ബയാസ് കണ്ടുപിടിക്കാൻ. അല്ലാതെ ബുള്ളിഷ് മറുബോസു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ, ബുള്ളിഷ് മറുബോസു ക്യാൻഡിൽ ഡേ ടൈം ഫ്രെയിമിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വരും എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യരുത്. ഓക്കെ, ഇതുപോലെ എന്താണ് ഇതുപോലെ എന്താണ് ഒരു ഓപ്പൺ, ലോ, ഹൈ, ക്ലോസ്. ഓക്കെ, ഒരു ക്യാൻഡിലിൻ്റെ ഈ OLCH വാല്യൂസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അതാണ് ബയാസ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ് ഡേ ടൈം ഫ്രെയിമിൽ നിന്ന് നമ്മൾ 4 അവറിലേക്കോ 1 അവറിലേക്കോ മാറ്റിയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ലിക്വിഡിറ്റി മാർക്കിംഗ് ആൻഡ് POI മാർക്കിംഗ്. ലിക്വിഡിറ്റി മാർക്കിങ്ങിൽ നമുക്ക് എന്താണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മാർക്കിംഗ് വരും, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മാർക്കിംഗ് വരും. POI മാർക്കിങ്ങിൽ നമുക്ക് വരുന്നത് ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക്, അതുപോലെ സപ്ലൈ ഓർഡർ ബ്ലോക്ക് മാർക്കിംഗ് ആണ്. അപ്പോൾ എന്താണ് ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ ബയാസ് കണ്ടുപിടിച്ചു, അതുപോലെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് കണ്ടുപിടിച്ചു. അതുപോലെ ഹയർ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, അതേപോലെ POI മാർക്കിംഗ്, അതിൽ POI മാർക്കിങ്ങിൽ തന്നെ ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക്, അതുപോലെ സപ്ലൈ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും ഒന്ന് നോക്കി വെക്കുക. എന്താണ് ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആണോ, അല്ലെങ്കിൽ ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആണോ, അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് മാർക്കറ്റ് സ്ട്രക്ചർ ആണോ എന്ന് കൂടി ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ പകുതി പണി കുറഞ്ഞു കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മീഡിയം ടൈം ഫ്രെയിം, അതുപോലെ തന്നെ ലോവർ ടൈം ഫ്രെയിം അല്ലേ. ലോവർ ടൈം ഫ്രെയിം, ഈ മീഡിയം ടൈം ഫ്രെയിമിൽ എന്താ കാണുന്നത്? മൈനർ ലിക്വിഡിറ്റി ആണ്. മൈനർ ലിക്വിഡിറ്റി പറഞ്ഞാൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി തന്നെ 15 മിനിറ്റിൽ നമ്മളെന്താണ് മീഡിയം ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണെന്ന് മനസ്സിലാക്കുക ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ. ഓക്കെ, 15 മിനിറ്റിൽ നമ്മൾ എന്താണ് മൈനർ ആയിട്ടുള്ള ലിക്വിഡിറ്റി പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, ബൈ സ്റ്റോപ്പും സെൽ സ്റ്റോപ്പും. നെക്സ്റ്റ് എന്താണ് ലോവർ ടൈം ഫ്രെയിം. ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഓൺലി ഫോർ എന്താണ് എൻട്രി ആൻഡ് കൺഫോർമേഷൻ. അതിനു വേണ്ടി മാത്രമായിരിക്കണം നിങ്ങൾ ലോവർ ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നത്. പല ആളുകളും ഇതുപോലത്തെ ഒരു ഫോർമേഷനെ യൂസ് ചെയ്യാറില്ല. അവരെങ്ങനെയാണ്? അവർ ട്രേഡ് ചെയ്യുന്നത് 5 മിനിറ്റിലാണ്, അനാലിസിസ് ചെയ്യുന്നത് 5 മിനിറ്റിലാണ്, എല്ലാം 5 മിനിറ്റിലാണ്. കാരണം എന്താണ്? അവരൊരു ചെറിയ ടൈം ഫ്രെയിം വെച്ചാണ് വലിയൊരു മാർക്കറ്റിനെ അവരുടെ മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ 1 മിനിറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളായിക്കോട്ടെ, നിങ്ങൾ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ്, കാരണം ഹൈ ടൈം ഫ്രെയിമിലാണ് ആക്ച്വൽ ഗെയിം നടക്കുന്നത്. മനസ്സിലാക്കുക, ഹയർ ടൈം ഫ്രെയിമിലാണ് ആക്ച്വൽ ഗെയിം നടക്കുന്നത്. ലോവർ ടൈം ഫ്രെയിമിൽ അതിൻ്റെ ജസ്റ്റ് ഒരു റിയാക്ഷൻ മാത്രമാണ് കാണുന്നത്. ഹയർ ടൈം ഫ്രെയിമിൽ എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്ത് ലോവർ ടൈം ഫ്രെയിമിൽ അത് ബേസ് ചെയ്തുള്ള ഡിസിഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ ടൈം ഫ്രെയിം, നമ്മളിപ്പോൾ ടോപ്പ് ഡൗൺ അനാലിസിസ് നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളൊരു ബയാസ് കാണും. ആദ്യം നിങ്ങൾ ഒരു എക്സ്ട്രാ ടൈം ഫ്രെയിമിൽ നമ്മളൊരു ബയാസ് കാണും. അതിനുശേഷം ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ ലിക്വിഡിറ്റി മാർക്ക് ചെയ്യും, POI മാർക്ക് ചെയ്യും, സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങോട്ട് 50 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് മോഡറേറ്റ് ടൈം ഫ്രെയിം അല്ലെങ്കിൽ മീഡിയം ടൈം ഫ്രെയിമിൽ മൈനർ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, മൈനർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യും. അതിനുശേഷം എന്താണ് ലോവർ ടൈം ഫ്രെയിമിൽ എൻട്രി ആൻഡ് കൺഫോർമേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ടോപ്പ് ഡൗൺ അനാലിസിസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താണ് നമ്മൾ 29 ഓഗസ്റ്റ് നിഫ്റ്റി എക്സ്പയറിക്കുള്ള നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പം നമ്മൾ 29 ഓഗസ്റ്റ് ട്യൂസ്ഡേ നിഫ്റ്റി 50യുടെ എക്സ്പയറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പ് ഡൗൺ അനാലിസിസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞ പോലെ എന്താണ് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബയാസ് ആണ്. ഓക്കെ, ഒരു ബയാസ് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം എന്താ വേണ്ടത്?
നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് അനാലിസിസ് ചെയ്യണം. അതുപോലെ മീഡിയം ടൈം ഫ്രെയിമിൽ നമ്മൾ അനാലിസിസ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? ലോവർ ടൈം ഫ്രെയിമിലേക്ക് അനാലിസിസ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിലാണുള്ളത്. നമ്മൾ ആദ്യം ബയാസ് കാണും, പിന്നെ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ പറഞ്ഞ പോലെ സ്ട്രക്ചർ കാണും, ലിക്വിഡിറ്റി കാണും. അതുപോലെ മീഡിയം ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി കാണും. ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഓൺലി ഫോർ എൻട്രി ആൻഡ് കൺഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഞാനിതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ഫുൾ സ്ക്രീൻ ആക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണിത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഡെയിലി ടൈം ഫ്രെയിമിൽ എന്താണ് മാർക്കറ്റ് ഒബ്വിയസ്ലി ഒരു ഇമ്പൾസീവ് മൂവ്, അതിനുശേഷം എന്താണ് ഒരു കറക്റ്റീവ് മൂവ്, അതിനുശേഷം വീണ്ടും ഒരു ഇമ്പൾസീവ് മൂവ്, അല്ലേ? ഒരു ഇമ്പൾസീവ് മൂവ്, അതിനുശേഷം ഒരു കറക്റ്റീവ് മൂവ്, അതിനുശേഷം ഒരു ഇമ്പൾസീവ് മൂവ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ക്യാൻഡിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് ക്ലോസ് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു ക്യാൻഡിൽ എന്ന് വെച്ചാൽ 28 ഓഗസ്റ്റ് 28 ബുധനാഴ്ച ക്ലോസ് ചെയ്ത ക്യാൻഡിൽ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ, ഒരു റിജക്ഷൻ ക്യാൻഡിലാണ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഓക്കെ, ഒബ്വിയസ്ലി നമ്മൾ ബയാസ് നോക്കുന്ന സമയത്ത് നമ്മൾ ബുള്ളിഷാണ്. കാരണം മാർക്കറ്റ് ഒബ്വിയസ്ലി അറ്റ് എ ടൈം മാർക്കറ്റ് മുകളിലേക്ക് എക്സസീവ് ആയിട്ടുള്ള റാലിയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഓൾ ടൈം ഹൈയിൽ നിന്ന് മാർക്കറ്റ് ഒരു റിജക്ഷൻ കാണിച്ചിട്ടാണ് പ്രൈസ് ക്ലോസ് ചെയ്തത്, അല്ലേ? ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഹൈ പോയി മുകളിലുള്ള ഈ ഒരു ഹൈ ലിക്വിഡിറ്റി ഇതിൻ്റെ മുകളിൽ എന്ത് ലിക്വിഡിറ്റി ഉണ്ടെന്നാണ് ഞാൻ പഠിപ്പിച്ചത്? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് താഴേക്ക്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ പോയിട്ട് ആ മുകളിലത്തെ ഹൈ ഒരു സ്വിങ് ഹൈ, മേജർ ആയിട്ടുള്ള ഒരു സ്വിങ് ഹൈ സ്വീപ്പ് ചെയ്തിട്ടാണ് ക്ലോസ് വെച്ചത്. നമുക്ക് ഒരു റിജക്ഷൻ ക്യാൻഡിലായിട്ടാണ് കാണുന്നത്. ഓക്കെ, കാരണം ഇത് ബ്രേക്ക് വെച്ചിട്ടൊരു ക്യാൻഡിൽ ക്ലോസ് അല്ല കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബയാസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞത് പ്രകാരം നമ്മളുടെ ബയാസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബുള്ളിഷ് ബയാസ് ആണ്. പക്ഷേ ഓൾ ടൈം ഹൈയിലെ ഒരു സ്വിങ് ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് ക്ലോസ് വെച്ചിട്ടാണ് ആ ഒരു 28 ബുധനാഴ്ചത്തെ ക്യാൻഡിൽ. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നമ്മളുടെ ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 4 അവറും എടുക്കും, 1 അവറും എടുക്കും. ഓക്കെ, ഞാൻ തൽക്കാലം 4 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, 4 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ കാണുന്നത്? നമ്മളുടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെയ്ഡാണ് കാണുന്നത്, അല്ലേ? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെയ്ഡാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ലിക്വിഡിറ്റി പോയിന്റ് കാണുന്നുണ്ടോ? ഇതാ ഒരു റിലേറ്റീവ് ഈക്വൽ ലോ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് നമുക്ക് നാളത്തേക്കുള്ള അല്ലെങ്കിൽ നിഫ്റ്റി എക്സ്പയറി 29 ഓഗസ്റ്റിലേക്കുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇതാണ് നമ്മളുടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു 1 അവറിലേക്ക് കൂടി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യം മനസ്സിലാവും. ഓക്കെ, ഇതാണ് നമുക്ക് മേജറായിട്ട് സ്വീപ്പ് കിട്ടിയ ഏരിയ. നോക്കൂ നിങ്ങൾ, മേജറായിട്ട് സ്വീപ്പ് കിട്ടിയ ഏരിയ. ഓക്കെ, ഈ ഏരിയയിലുള്ള ഈ ഒരു സ്വിങ് ഹൈയിലുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റി വെച്ച് ക്ലോസ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കിട്ടിയിട്ടുണ്ട്. റിലേറ്റീവ് ഈക്വൽ ലോ അല്ലെങ്കിൽ ഒരു ഡബിൾ ബോട്ടം എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ നോക്കൂ. ഓക്കെ, ഡബിൾ ബോട്ടം എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഡബിൾ ബോട്ടത്തിൻ്റെ താഴെ എപ്പോഴും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടാവുമെന്നാണ് ഞാൻ പഠിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തേക്ക് നോക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി പോയിൻ്റാണ് ഇത്. ഓക്കെ, നിങ്ങൾ ഫ്യൂച്ചറിൽ നോട്ട് ചെയ്ത് വെച്ചോ, 24,981 എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മാനിപ്പുലേറ്റീവ് ലെഗ് നടന്നത് ഏരിയ ഇവിടെയാണ് മാനിപ്പുലേറ്റീവ് ലെഗ് നടന്നത്. കാരണം ഈ ഒരു ഹൈ ഇതിൻ്റെ മുകളിലുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് താഴേക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വീണു. ഇപ്പോൾ ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ ഒരു ബയാസ് കണ്ടു. ബയാസിൽ നമ്മൾ ബുള്ളിഷാണ്. പക്ഷേ ഓൾ ടൈം ഹൈയിലെ ഒരു ഹൈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇനി നമ്മളുടെ എൻ്റെ ബയാസ് എന്ന് പറയുന്നത്
നാളെ പ്രൈസ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള ഒരു പ്രോബബിലിറ്റി ഞാൻ കാണുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ട്രാപ്പ് വരാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ, ഇതിനെ പല ആളുകളും ഒരു ഹയർ ടൈം ഫ്രെയിം ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യും. നോക്കൂ നിങ്ങൾ, ഒരു ഹയർ ടൈം ഫ്രെയിം ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യും. ഇത് ആക്ച്വലി ഒരു ഓർഡർ ബ്ലോക്ക് അല്ല. ഓക്കെ, ഒരു ഓർഡർ ബ്ലോക്ക് അല്ല. ഇത് പല ആളുകളും ഇതൊരു ഒരു ബെയറിഷ് സപ്ലൈ ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യും. കാരണം എന്താണ്, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു വാലിഡ് ഓർഡർ ബ്ലോക്കിന് വേണ്ടത് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇതിന് മുകളിൽ ഒരു ഹൈ ഇവിടെ റിമെയിൻസ് ആണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു ഹൈ കണ്ടില്ല നിങ്ങൾ, ഈ ഹൈനെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, സോറി, ഇവിടെ ഒരു ഹൈ ഉണ്ട്, ഈ ഹൈനെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യാതെയാണ് പ്രൈസ് ഡിസ്പ്ലേസ്മെൻറ്റ് താഴേക്ക് വന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈസ് ഈ ഒരു രീതിയിലാണ് പ്രൈസിൻ്റെ ആ ഒരു സ്ട്രക്ചർ ബ്രേക്ക് വന്നിട്ടുള്ളത്. മാനിപ്പുലേഷൻ നടക്കാതെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു മാനിപ്പുലേറ്റീവ് ലെഗ് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഇതിനൊരു വാലിഡ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ടൈം ഫ്രെയിമിലേക്ക് പോകാം. 15 മിനിറ്റാണ് എൻ്റെ ഇൻ്റർമീഡിയറ്റ് ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് ഒരു ട്രാപ്പായിന്. ഓക്കെ, ഇത് ഒരു ട്രാപ്പാണ്. ഈ 1 അവറിൽ വച്ച ഇത് എന്ന് പറയുന്നത് ഒരു ട്രാപ്പാണ്. ഓക്കെ, ട്രാപ്പാണ്. ഇത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് അല്ല, സോറി, ബെയറിഷ് ഓർഡർ ബ്ലോക്ക് അല്ല, ബെയറിഷ് സപ്ലൈ ഓർഡർ ബ്ലോക്ക് അല്ല. നമ്മളുടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി വരുന്നത് ഇന്നത്തെ ദിവസത്തെ ഹൈ എന്ന് പറയുന്നത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ഏരിയ ആണ്. അതുപോലെ തന്നെ താഴെ നമുക്ക് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയ. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ഡേ ക്ലോസ് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ടോപ്പ് ഡൗൺ അനാലിസിസ് ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയാണ് കാണുമ്പോൾ സിമ്പിളാണെന്നാണ് തോന്നുക, പക്ഷേ പവർഫുള്ളാണ്. നമ്മളൊരു ഇൻഡിക്കേറ്ററോ ഒന്നുമില്ല. നമ്മൾ 1 ഡേ ടൈം ഫ്രെയിമിൽ പോയിട്ട് എന്താണ് ബയാസ് എന്ന് കണ്ടുപിടിച്ചു. ബയാസ് എന്ന് പറയുന്നത് ബുള്ളിഷ് തന്നെയാണ്. പക്ഷെ ഒരു ഓൾ ടൈം ഹൈനെ ഗ്രാബ് ചെയ്ത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ക്ലോസ് വെച്ചിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതിനുശേഷം നമുക്ക് താഴെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഫോർമേഷൻ മാർക്കറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേഷൻ, ഒരു റിലേറ്റീവ് ഈക്വൽ ലോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിനെ നമ്മളൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് പരിഗണിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രാപ്പ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൽ ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്യാതെയാണ് ആക്ച്വലി ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നത്. ഓക്കെ, ഇതിനെ നാളത്തേക്ക് നിങ്ങൾ നോക്കിക്കോ, ഇതിനെ പല ആളുകളും ഒരു സപ്ലൈ സോണായിട്ടും ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് ആയിട്ടും മാർക്ക് ചെയ്യും. ഇത് ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ ഓർഡർ ബ്ലോക്കിൻ്റെ ക്രൈറ്റീരിയ ഓഫ് എ ഗുഡ് ഓർഡർ ബ്ലോക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഗുഡ് ഓർഡർ ബ്ലോക്കിന് എന്തൊക്കെ വേണം? ലിക്വിഡിറ്റി സ്വീപ്പ് വേണം, സ്ട്രക്ചർ ഷിഫ്റ്റ് വേണം, ഇംബാലൻസ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യവും ഇതിന് മാച്ചാണ്. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രമില്ല. ആ കാര്യം എന്ന് പറയുന്നത് മാനിപ്പുലേറ്റീവ് ലെഗ്. കണ്ടില്ലേ, ഈ ഒരു ലെഗിനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്യാതെയാണ് മാർക്കറ്റ് ക്ലോസ് വെച്ച് ഒരു സ്ട്രക്ചർ ബ്രേക്കോ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ പോയിട്ട് നമ്മൾ ലിക്വിഡിറ്റി പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തു, മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തു. ഇവിടെ ഒരു ട്രാപ്പ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാപ്പ് തന്നിട്ടുണ്ട്. പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, ICT ആളുകളെ ട്രാപ്പ് ചെയ്യും, ഒബ്വിയസ്ലി. ഓക്കെ, ക്രൈറ്റീരിയ ഓഫ് എ ഗുഡ് ഓർഡർ ബ്ലോക്ക് അറിയാത്ത ആളുകൾ ട്രാപ്പ് ആകും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ് വരെ. ഓക്കെ, നമുക്ക് സെഷൻ ബ്രേക്ക് ഇവിടെ നമുക്ക് സെഷൻ ബ്രേക്ക് ഇടാം. ഓക്കെ, അപ്പം നമ്മൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഒറ്റ പ്രാവശ്യം കൂടി പറയുകയാണ്. ഞാൻ ഇതെല്ലാം ഒന്നുകൂടി ഡിലീറ്റ് ചെയ്ത് നമ്മൾ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് തന്നെ പോവുകയാണ്. 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് തന്നെ എന്താണ് മനസ്സിലാവുന്നത്? ഓക്കെ, ഒറ്റ പ്രാവശ്യം കൂടി നോക്കാം. പ്രൈസ് ഒബ്വിയസ്ലി ഒരു ട്രെൻഡിങ് ആണ് അല്ലേ? പ്രൈസ് ബുള്ളിഷ് തന്നെയാണ്. ഇവിടെ പ്രൈസ് ഒരു ഹെൽത്തി ആയിട്ട് ഒരു ഇമ്പൾസീവ് കറക്റ്റ് ആ ഒരു മൊമെൻറ്റം വന്നിട്ടില്ല. ഓക്കെ, പ്രൈസ് അപ്പ് റാലി തന്നെയാണ് മാർക്കറ്റ് മുകളിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇന്നത്തെ ദിവസത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ. ഇന്നത്തെ ദിവസത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് അതിൻ്റെ ക്ലോസ് എന്ന് പറയുന്നത് നമ്മളുടെ ഓൾ ടൈം ഹൈനെ വെച്ച് ക്ലോസ് ചെയ്യാതെ, ഓൾ ടൈം ഹൈ വെച്ചിട്ട് ക്ലോസ് ചെയ്യാതെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട്
താഴേക്ക് ക്ലോസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബയാസ് എന്ന് പറയുന്നത് ബുള്ളിഷ് തന്നെയാണ്. പക്ഷെ എന്താണ്, ഓൾ ടൈം ഹൈന്ന് സ്വീപ്പ് ചെയ്തത് കൊണ്ട് തന്നെ എന്താണ്, ഇനി താഴേക്ക് വന്നിട്ട് താഴെ ഏതെങ്കിലും ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകാമെന്നുള്ളൊരു കൺവിക്ഷനാണ് എനിക്കുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബയാസ് എന്ന് പറയുന്നത് ഒരു ലിറ്റിൽ ഒരു ബെയറിഷ്നെസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ കൂടി പറയാം. പക്ഷേ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ഒരു പ്രോബബിലിറ്റിയും ഞാൻ അവിടെ കാണുന്നുണ്ട്. ഒരു ആൻറ്റിസിപ്പേഷൻ മാത്രമാണ്, ഒരു പ്രിഡിക്ഷൻ അല്ല. ഒരു കാരണവശാലും ഞാൻ മാർക്കറ്റിനെ പ്രിഡിക്റ്റ് ചെയ്യാറില്ല. ഓക്കെ, ആൻറ്റിസിപ്പേഷൻ മാത്രമാണ്. ഓക്കെ, പിന്നെ എന്താണ്, നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോയി. ഹയർ ടൈം ഫ്രെയിമിൽ എന്ന് പറയുമ്പോൾ 4 hour ആണ് എൻ്റെ ഫസ്റ്റ് ഹയർ ടൈം ഫ്രെയിം. 4 hour ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്തും സെയിം സെനാരിയോ തന്നെയാണ് കാണുന്നത്. എന്താണ്, പ്രൈസ് മാർക്കറ്റിൽ എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ക്ലോസ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം താഴെ ഇവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത്. താഴെ റിലേറ്റീവ് ഈക്വല്ലോ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, റിലേറ്റീവ് ഈക്വല്ലോ, ഇതാണ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അഥവാ SSL എന്ന് പറയും. ഓക്കെ, SSL എന്ന് പറയും. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ തന്നെ 1 hourന് ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഹയർ ടൈം ഫ്രെയിമായിട്ട് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ഒന്നുകൂടി പറയുന്നു. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ്, ഇതിൻ്റെ മുകളിലുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസിനെ എല്ലാം പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്ത് ക്ലോസ് വെച്ചത് ഇതാണ്. അപ്പോൾ എന്താണ്, ഇതാണ് മാനിപ്പുലേറ്റീവ് ലെഗ്. പക്ഷേ എന്താണ്, നമുക്ക് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കിട്ടിയിട്ടുണ്ട്. പല ആളുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെന്താണ് ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും, അതുപോലെ സപ്ലൈ ഓർഡർ ബ്ലോക്ക് ആയിട്ട് ചെയ്യും. പക്ഷേ എന്താ, ഇതിൽ ലിക്വിഡിറ്റി സ്വീപ്പ് എന്നുള്ള ഒരു കാര്യം മാത്രമില്ല. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഹൈ മാർക്ക് ചെയ്ത് നോക്കുക. പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുന്നത് ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്. ഓക്കെ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്. കാരണം എന്താണ്, പ്രൈസ് ഒരു ലെഗ് ഓഫ് സെല്ലിങ്. ഓക്കെ, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, 15 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, പ്രൈസ് ഹൈനെ സ്വീപ്പ് ചെയ്ത് ടേക്ക് ഔട്ട് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്താണ്, ഇവിടെ ഒരു നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ പ്രോപ്പറായിട്ട് എന്താണ് നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിനെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് പരിഗണിക്കാം. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ബോട്ടം. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, എല്ലാ കാര്യമുണ്ട്. പക്ഷെ എന്താണ്, മാനിപ്പുലേറ്റീവ് ലെഗ് മാത്രമില്ല. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കൂ, പ്രൈസ് മുകളിലേക്ക് വന്ന് അതിനുശേഷം ആ ഹൈ ബ്രേക്ക് ചെയ്യാതെ ഈ ഒരു ലെവലിലാണ് പോയത്. ദർ ഈസ് എ ലിക്വിഡിറ്റി, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്, ഓർഡർ ബ്ലോക്ക് അല്ല. നിങ്ങൾ നോക്കൂ, ദർ ഈസ് എ ഡബിൾ ടോപ്പ് ക്രിയേഷൻ, ദർ ഈസ് എ ഡബിൾ ബോട്ടം ക്രിയേഷൻ. ഡബിൾ ബോട്ടം ഉണ്ട്, ഡബിൾ ടോപ്പും ഉണ്ട്. ഞാൻ ഡബിൾ ബോട്ടം ആൻഡ് ഡബിൾ ടോപ്പും ഞാൻ പാറ്റേണിൽ പറഞ്ഞ സ്ഥിതിക്ക് എന്താണ്, ഡബിൾ ടോപ്പിൻ്റെ മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ആയിരിക്കും, ഡബിൾ ബോട്ടത്തിൻ്റെ താഴെ എന്തായിരിക്കും, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. അതേ സെയിം സെനാരിയോ, നമ്മൾ പഠിപ്പിച്ച സെയിം സെനാരിയോ തന്നെയല്ലേ ഇവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, അതുപോലെ തന്നെ ഇവിടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. നാളത്തേക്ക് മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് ഈ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും അതുപോലെ തന്നെ ഈ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും. ഓക്കെ, ഇനി നാളത്തേക്കുള്ളൊരു എൻ്റെ ഒരു കൺവിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് ഓപ്പൺ ചെയ്തിട്ട് എന്താണ്, ഓപ്പൺ ചെയ്തിട്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പോകാനുള്ള പ്രോബബിലിറ്റി ഞാൻ കാണുന്നു. അതുപോലെ തന്നെ എന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്. ഓക്കെ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹയർ ടൈം ഫ്രെയിം പറഞ്ഞു, ഹയർ ടൈം ഫ്രെയിമിൽ ബയാസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പറഞ്ഞു, ലിക്വിഡിറ്റി മാർക്കിംഗ് പറഞ്ഞു, POI മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യുന്ന വീഡിയോയും നമ്മൾ ചെയ്തു. ഓക്കെ, കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്താണ്, ഈ ഐഡൻറ്റിഫൈ ചെയ്ത POI അതുപോലെ ഈ ഐഡൻറ്റിഫൈ ചെയ്ത ലിക്വിഡിറ്റി പോയിന്റിലേക്ക് പ്രൈസ് ടാപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഐഡൻറ്റിഫൈ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ലിക്വിഡിറ്റി സ്വീപ്പ് പ്ലസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് നമ്മൾ ഐഡൻറ്റിഫൈ. കാരണം എന്താണ്, അവർ ലിക്വിഡിറ്റിയുള്ള ഏരിയസിലേക്ക് പ്രൈസിനെ കൊണ്ട് താഴ്ത്തി അവിടുത്തെ ലിക്വിഡിറ്റി എല്ലാം കളക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു റിവേഴ്സൽ നടത്തും. അതിന് ആ റിവേഴ്സ് സഡൻ ആയിട്ടുള്ള ഒരു സ്പൈക്കിനെയാണ് നമ്മളെന്താണ്, ആ ഒരു അല്ലെങ്കിൽ ആ സഡൻ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ, സ്ട്രോങ് ക്യാൻഡിൽ ഫോർമേഷനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബുൾ സെനാരിയോ ആണ് ഞാനിപ്പം കാണിച്ചു തരുന്നത്. ഈ ബുൾ സെനാരിയോയിൽ നമ്മളെന്താണ്, ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളെന്താണ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യും, അതുപോലെ POI മാർക്ക് ചെയ്യും.
ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, മേജർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അതുപോലെ തന്നെ POI മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബുൾ സെനാരിയോയിലൊക്കെ ഒരു എൻട്രി ക്രൈറ്റീരിയ ആയിട്ട് കിട്ടുന്നത് എന്താണ്, ഒരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. എന്താണ്, ഒരു ഡിമാൻഡ് OB ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്താണ്, നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് പ്ലസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വേണ്ടത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത POI, നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്ത POI എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കാണ്. ബുള്ളിഷ് സെനാരിയോയിൽ നമ്മളുടെ POI എന്ന് മനസ്സിലാക്കുക. ആ POIയിലേക്ക് അല്ലെങ്കിൽ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വരുന്നു, ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഈ ഡിസ്പ്ലേസ്മെൻറ്റിൽ നമുക്ക് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാവാം. ചിലപ്പോൾ എന്താണ്, ഒരു മൈക്രോ ടൈം ഫ്രെയിമിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നത്. ഓക്കെ, സ്ട്രക്ചർ കിട്ടുന്നു, എന്താണ്, നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടുന്നു. ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടുന്നു, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്ക് കിട്ടുന്നു, നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നു, ഒരു ചെറിയൊരു ഇംബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഈ ഒരു ഏരിയനെ നമുക്ക് എന്താണ്, ഒരു ഡിമാൻഡ് OB ആയിട്ട് ആ OBയിലേക്ക് പ്രൈസ് ടാപ്പ് കിട്ടുന്ന സമയത്ത് നമുക്കൊരു എൻട്രി എടുക്കാം. ഓക്കെ, ഇതാണ് ഒരു സെനാറിയോ എന്ന് പറയുന്നത്. ഇത് ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് അഥവാ നമ്മളുടെ ബുള്ളിഷ് POIയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്ന ഒരു സെനാരിയോ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളുടെ ലിക്വിഡിറ്റി മാർക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്കെന്താണ്, മേജർ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, മേജർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ ഒരു ബുൾ സെനാരിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. കാരണം എന്താണ്, പ്രൈസിൻ്റെ ആൻറ്റിസിപ്പേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്യുന്നതിന് മുന്നേ എന്തായിരിക്കും, ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടായിരിക്കും പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷനിൽ അങ്ങനെയാണ്. അക്യുമുലേഷൻ നടന്നതിൻ്റെ ലോ സ്വീപ്പ് ചെയ്തിട്ടാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ദർ ഈസ് എ മേജർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. പ്രൈസ് താഴേക്ക് വന്നതിന് ശേഷം ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നത്. ഓക്കെ, ഇവിടെ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് മാനിപ്പുലേഷൻ. അതുപോലെ തന്നെ ഇതാണ് മേജർ ആയിട്ടുള്ളൊരു മാനിപ്പുലേഷൻ. ഓക്കെ, മാനിപ്പുലേഷൻ നടന്ന് അതിനുശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആൻഡ് സ്ട്രക്ചർ ഷിഫ്റ്റ് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു OB അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അഡ്രസ്സ് ചെയ്താൽ അതിലേക്ക് പ്രൈസിൻ്റെ നെക്സ്റ്റ് ഒരു മിറ്റിഗേഷനിൽ നമുക്കൊരു എൻട്രി എടുക്കാം. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ആയിരിക്കണം സെറ്റപ്പ് വരേണ്ടത്. പ്രൈസ് താഴേക്ക് വന്നിട്ട് താഴത്തെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടില്ല നിങ്ങൾ, ഒരു സ്ട്രോങ് അഗ്രസീവ് ക്യാൻഡിൽ വന്നിട്ട് എന്താണ്, ഇതിൽ ഫെയർ വാല്യൂ ഗ്യാപ്പുമുണ്ട്, അതുപോലെ തന്നെ ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്, നമുക്ക് ഈ ഒരു ഏരിയനെ നമുക്ക് റിഫൈൻ ചെയ്തുകൊണ്ട്, എന്തിനാണ് ഈ ഏരിയ, ഇതാണ് നമ്മളുടെ മാനിപ്പുലേഷൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ മാനിപ്പുലേഷൻ ബ്ലോക്കിനെ നമ്മൾ റിഫൈൻ ചെയ്തിട്ട് എന്താണ്, ഒരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് ആക്കിയിട്ട് എന്താണ്, അവിടുന്ന് നമുക്ക് എക്സിക്യൂഷൻ ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു ബെയർ സെനാരിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഒരു ബുൾ സെനാരിയോയിൽ നമുക്ക് പറയാനുള്ളത്. നമുക്കെന്താണ്, ഇനി ബെയർ സെനാരിയോയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ബെയർ സെനാരിയോയിൽ നോക്കുന്ന സമയത്തും എന്താണ്, നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ എന്താണ് 1 ഡേ ടൈം ഫ്രെയിമിൽ നമ്മളൊരു ബയാസ് നോക്കി, ഇൻട്രാഡേ പെർസ്പെക്റ്റീവിലും ബയാസ് നോക്കി. അതിനുശേഷം ഹയർ ടൈം ഫ്രെയിമിൽ എന്താണ്, നമ്മൾ ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തു, മേജറായിട്ടുള്ള ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തു. അതുപോലെ തന്നെ മേജറായിട്ടുള്ള POI, പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സെല്ലിങ്ങിലാണെങ്കിൽ നമ്മളുടെ POI വരാൻ ചാൻസ് ഉള്ളത് സപ്ലൈ ഓർഡർ ബ്ലോക്കാണ് അല്ലേ. നമ്മളുടെ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള പോയിൻ്റ്, സെല്ല് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ എന്താണ്, നമ്മളുടെ POI ആയിട്ടുള്ള സപ്ലൈ ഓർഡർ ബ്ലോക്ക് തന്നെ നോക്കാം. സപ്ലൈ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് മുകളിലേക്ക് കയറി വന്നു, അതിൽ ടാപ്പായി കഴിഞ്ഞതിന് ശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ നോക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ നോക്കുക. വാലിഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ടായിരിക്കും. ഇവിടെ ഒരു മാനിപ്പുലേഷൻ കഴിഞ്ഞതിന് ശേഷം പ്രൈസ് അഗ്രസീവായിട്ട് താഴേക്ക് വിത്ത് ഇംബാലൻസ് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആൻഡ് മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയാൽ നമുക്കെന്താണ്, ഇവിടെ നമുക്കൊരു POI മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, ഒരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് റിഫൈൻമെൻറ്റോ നമുക്ക് കിട്ടും. പ്രൈസ് അഗെയിൻ അതിലേക്ക് വരുന്ന സമയത്ത് നമുക്കെന്താണ്, ഒരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാം. ഇതാണ് POI ബേസ്. ഓക്കെ, നമ്മളുടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ബേസിൽ പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ സെല്ലാണ് നമ്മളുടെ ഇൻറ്റൻറ്റ് എങ്കിൽ എന്താണ്, നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മൾ മാർക്ക് ചെയ്ത ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ മേജർ
ലിക്വിഡിറ്റി ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും 50 മിനിറ്റിൽ നമ്മളുടെ എന്താണ് നമ്മൾ മൈനർ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. അപ്പോൾ എന്താണ് മൈനർ ലിക്വിഡിറ്റിനേക്കാൾ നല്ലത് മേജർ ലിക്വിഡിറ്റിയാണ്. കാരണം മേജർ ലിക്വിഡിറ്റി പൂൾ ടേക്ക് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അങ്ങനെ നമ്മൾ മേജർ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ആ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീനെ മാനിപ്പുലേറ്റ് ചെയ്ത് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണിക്കും. പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് താഴേക്ക് വന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവണം, മാനിപ്പുലേഷൻ സ്റ്റേജ് ഉണ്ടാവണം, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിഫൈൻ ചെയ്ത് ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് റിഫൈൻ ചെയ്താൽ സപ്ലൈ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വരുമ്പോൾ അവിടെ നിന്ന് എൻട്രി എടുക്കുക, ഒരു സെൽ പൊസിഷൻ എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് സെയിം സംഭവം തന്നെയാണ്. പ്രൈസ് മുകളിലേക്ക് വന്ന് മാനിപ്പുലേറ്റ് ചെയ്തു. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടെ ചിലപ്പോൾ ഒരു POI ഉണ്ടാവാം, ഇതുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളുടെ മേജർ ആയിട്ടുള്ളൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടാവാം. ഇതിനെ ടേക്ക് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ നോക്കാം, മാനിപ്പുലേറ്റ് ചെയ്ത വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾ നോക്കണം, മുകളിലേക്ക് കയറാൻ 1 2 3 4 5 6 7 8 9 10 ക്യാൻഡിൽസ് എടുത്തു. പക്ഷെ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൽ 3 ക്യാൻഡിലിൽ പടി തീർന്നു. സ്വീപ്പ് വന്നിട്ടുണ്ട്, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്, ഒരു ഇംബാലൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന ഈ ഒരു മാനിപ്പുലേറ്റീവ് ബ്ലോക്കിനെ നമുക്ക് റിഫൈൻ ചെയ്ത് ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ അഡ്രസ്സ് ചെയ്ത ലിക്വിഡിറ്റി പോയിൻ്റ് ആയിക്കോട്ടെ, നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ അഡ്രസ്സ് ചെയ്ത POI ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആയിക്കോട്ടെ, ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആയിക്കോട്ടെ, ബുള്ളിഷ് ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് ആയിക്കോട്ടെ, ബെയറിഷ് സപ്ലൈ ഓർഡർ ബ്ലോക്ക് ആയിക്കോട്ടെ, അവിടേക്ക് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്ത് ലിക്വിഡിറ്റി സ്വീപ്പ് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ്, ശ്രദ്ധിച്ച് വെക്കുക, ലിക്വിഡിറ്റി സ്വീപ്പ് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് ദ പ്രസൻസ്. നമ്മൾ എക്സിക്യൂഷൻ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇനിയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് SL പ്ലേസ്മെൻറ്റ് ആൻഡ് ടാർഗറ്റ് പ്ലേസ്മെൻറ്റ്. SL പ്ലേസ്മെൻറ്റും ടാർഗറ്റ് പ്ലേസ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പല ആളുകൾക്കും SL പ്ലേസ്മെൻറ്റും ടാർഗറ്റ് പ്ലേസ്മെൻറ്റും പ്രോപ്പറായിട്ട് വെക്കുന്നില്ല. കാരണം അവരെടുക്കുന്നത് കറക്റ്റായിട്ടുള്ളൊരു എൻട്രി ആയിരിക്കും. പക്ഷെ അവരുടെ SL പ്ലേസ്മെൻറ്റും അതുപോലെ ടാർഗറ്റ് പ്ലേസ്മെൻറ്റും ഒരു സിങ്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഹൈ പ്രോഫിറ്റിൽ ലോ പ്രോഫിറ്റിൽ ഇറങ്ങേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ SL പ്ലേസ്മെൻ്റ് ആണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ പോലും ഒരു ടൈറ്റ് SL വെക്കുന്നതുകൊണ്ട് തന്നെ അത് ടാപ്പ് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ SL പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ബേസിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലിക്വിഡിറ്റി ബേസിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനു മുന്നേ ICT പവർ ഓഫ് 3 ഒന്ന് പഠിച്ചു നോക്കുക. പഠിച്ച് പറഞ്ഞ് മടുത്ത കാര്യമാണ്. ICT പവർ ഓഫ് 3 അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഇതൊരു ബുൾ സെനാരിയോയിലാണ് പറയുന്നത്. ആദ്യം ഒരു അക്യുമുലേഷൻ ഫേസ് നിങ്ങൾ നോക്കാം. ഒരു അക്യുമുലേഷൻ ഫേസ് എപ്പോഴും ഞാൻ പറയണ്ടേ, അക്യുമുലേഷൻ ഫേസ് വരുന്ന സമയത്ത് അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഒരു കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസ് ആണ്. അവിടെ മാർക്കറ്റിൽ ബോത്ത് സൈഡിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ക്രിയേറ്റ് ചെയ്യപ്പെടും. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് ബുള്ളിഷ് ആണെങ്കിൽ, ഓക്കെ, ഒരു ബുള്ളിഷാണ് അവരുടെ ഒരു ഇൻറ്റൻറ്റ് എങ്കിൽ പ്രൈസിൽ ആദ്യം തന്നെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മൾ പറഞ്ഞ പോലെ മാനിപ്പുലേഷൻ സംഭവിക്കും, ലിക്വിഡിറ്റി സ്വീപ്പ് സംഭവിക്കും, പ്ലസ് എന്ത് ചെയ്യും, മുകളിലേക്ക് വരും, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വരും. ആ ഡിസ്പ്ലേസ്മെൻറ്റിലാണ് ആക്ച്വൽ സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിക്കുന്നത്. ആ ഡിസ്പ്ലേസ്മെൻറ്റിൽ തന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരും. ഈ ഒരു ഏരിയനെയാണ് നമ്മൾ മാനിപ്പുലേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കറക്ഷൻ വരും. എവിടെയാണോ മാനിപ്പുലേഷൻ നടന്ന ആ മാനിപ്പുലേഷൻ ബ്ലോക്കിലേക്ക് പ്രൈസ് റിട്ടേൺ വന്നതിന് ശേഷമാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ പലരും തോന്നും എവിടെയാണ് SL പ്ലേസ്മെൻറ്റ്, എവിടെയാണ് ടാർഗറ്റ് പ്ലേസ്മെൻറ്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാർക്കറ്റിൽ അക്യുമുലേഷൻ ഫേസിന് ശേഷം മാനിപ്പുലേഷൻ സ്റ്റേജ് വരുമല്ലോ. മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വന്നാൽ നമ്മുടെ SL എപ്പോഴും എവിടെയായിരിക്കണം? മാനിപ്പുലേഷൻ കഴിഞ്ഞതിൻ്റെ താഴെയായിരിക്കും. ഓക്കെ, മാനിപ്പുലേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇനി അതിൻ്റെ താഴെ ലിക്വിഡിറ്റി ഉണ്ടാകില്ല. ഓക്കെ, അവിടെ ആയിരിക്കണം നമ്മളുടെ SL. ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത സ്ഥലത്തായിരിക്കണം നമ്മളുടെ SL. ഓക്കെ, നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് മാർക്കറ്റ് ഒരു മേജർ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയോ അല്ലെങ്കിൽ ഒരു മൈനർ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയോ എടുക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലിക്വിഡിറ്റി ആയിരിക്കണം.
ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയ ഒരു ബുൾ സെനാരിയോയിൽ എങ്ങനെയാണ് എസ് എൽ എന്ന് പറയുന്നത് അക്യുമുലേഷൻ ഫേസിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മാനിപ്പുലേഷൻ കാണിച്ചു കഴിഞ്ഞാൽ ആ മാനിപ്പുലേഷൻ ലെഗിൻ്റെ താഴെയായിരിക്കണം നമ്മളുടെ എസ് എൽ. ലോങ് പോകുന്ന ആളുകളുടെ എസ് എൽ. ടാർഗറ്റ് എന്ന് പറയുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് മുകളിലേക്ക് ഒരു മേജർ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയോ മൈനർ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയോ എടുക്കാൻ പോകും. ടാർഗറ്റ് പറയുന്നത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ഓക്കെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ഇപ്പം നിങ്ങൾ മേജർ ആയിട്ടുള്ള എന്താണ് ലിക്വിഡിറ്റി ബേസിലാണ് നമ്മൾ എസ് എൽ ആൻഡ് ടാർഗറ്റ് പ്ലേസ് ചെയ്യുന്നത്. എവിടെയാണോ ലിക്വിഡിറ്റി എടുത്തത് ശ്രദ്ധിച്ചേക്കുക, എവിടെയാണ് പ്രൈസ് ലിക്വിഡിറ്റി എടുത്തത് ആ എടുത്തു കഴിഞ്ഞതിൻ്റെ താഴെയായിരിക്കണം എസ് എൽ വെക്കേണ്ടത്. ഇനി പ്രൈസ് ഏത് ലിക്വിഡിറ്റിയാണ് എടുക്കാൻ പോകുന്നത് അവിടെ ആയിരിക്കണം ടാർഗറ്റ്. വൈസ് വേഴ്സ സംഭവിക്കരുത്. വൈസ് വേഴ്സ സംഭവിക്കുമ്പോൾ കാരണം ലിക്വിഡിറ്റി എടുക്കാനുള്ള സ്ഥലത്ത് എസ് എൽ വെക്കുമ്പോഴാണ് എസ് എൽ അടിക്കുന്നത്. അപ്പം പറഞ്ഞു വരുന്നത് എന്താണ്, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസും ഇനി ലിക്വിഡിറ്റി എടുക്കാനുള്ള സ്ഥലത്തായിരിക്കണം ടാർഗറ്റ് വെക്കേണ്ടത്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലൈവ് ലോജിക് എക്സാമ്പിളേഷൻ ആണ്. നമ്മൾ ട്രേഡ് എടുക്കുന്നതിൻ്റെ ലൈവ് ട്രേഡ് ലോജിക് എക്സാമ്പിളാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നിഫ്റ്റി 29 ഓഗസ്റ്റ് നിഫ്റ്റി എക്സ്പയറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസ് വഴി അനാലിസിസ് ചെയ്ത് വെച്ചു. ഇനി നെക്സ്റ്റ് ഡേ നമ്മളുടെ ഈ ട്യൂസ്ഡേ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേൻ്റെ അന്ന് എക്സിക്യൂഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ നിഫ്റ്റി എക്സ്പയറി ഡേറ്റിൻ്റെ അന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കെയർഫുൾ ആവുക. സ്ട്രൈക്ക് പ്രൈസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നെക്സ്റ്റ് വീക്ക് സ്ട്രൈക്ക് പ്രൈസ് തിരഞ്ഞെടുക്കുക. കാരണം ഹൈലി തീറ്റാറ്റിക്കായിരിക്കും, ചിലപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ട്രേഡ് കിട്ടുന്നതെങ്കിൽ നല്ല മെൽറ്റിംഗ് ഉണ്ടാവും, പ്രീമിയം മെൽറ്റിംഗ് നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി എടുക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് നേരെ ലൈവ് എക്സാമിനേഷൻസ് കാണാം.
അപ്പോൾ നമ്മൾ ഇതോടുകൂടി നമ്മളുടെ ഈ വീഡിയോ സീരീസും നമ്മൾ കൺക്ലൂഷൻ ചെയ്യാണ്. ഇപ്പം നിങ്ങൾക്ക് ലിക്വിഡിറ്റീൻ്റെ പവർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും എല്ലാം നമ്മൾ മാർക്ക് ചെയ്തു. ലൈവ് ട്രേഡ് എക്സാമ്പിൾ, ലോജിക് എക്സ്പ്ലനേഷൻ ചെയ്തു. ഓക്കെ, എല്ലാം ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു സീരീസ് വഴി നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്താണ് കമൻറ്റ് രൂപത്തിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് സീരീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.